ഇതെന്തമ്മ ഒരു ഓമക്കേറ്റാണല്ലോ വന്നിക്കണ്. ഇന്ന് ഈ ഓമക്കയിട്ടാണ് പരിപാടി. നീ ഓമക്ക കറി കൂട്ടിയിട്ടുണ്ട്, ഓമക്കയുടെ ഉപ്പേരി കൂട്ടിയിട്ടുണ്ട്, അതൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഓമക്ക കൊണ്ടുള്ള നല്ല അടിപൊളി വട കൂട്ടിയിട്ടില്ലല്ലോ. ഓമക്ക കൊണ്ടാ? നമുക്ക് ഇത് വെച്ച് നല്ല അടിപൊളി ഒരു വട ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കുക കാണാം. ആദ്യം നമുക്ക് ഈ ഓമക്കയുടെ തൊലിയൊക്കെ ഒന്ന് നമുക്ക് ചീന്തി എടുക്കാം. ഈ സാധനം വെച്ചിട്ടാണ് ഞാൻ ചീന്തുന്നത്. എനിക്ക് ഇത് വെച്ച് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ എന്റെ മോൻ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇത് വെച്ച് ഇങ്ങനെ സിറൊന്ന് ചീന്തി എടുക്കാം. അപ്പൊ വേഗം പരിപാടി തീരും. ഇതെന്തമ്മ പോരാത്ത്? ഇപ്പഴും ഞാൻ പഠിഞ്ഞിട്ടില്ല കേട്ടോ. അവിടെ വെച്ചോ, ഞാൻ ചീന്തി തരാം. ഇത് സിമ്പിൾ പരിപാടിയാണ്. കണ്ടോ? കൈ വിടണ്ട. കൈ ഇത് കത്തീനെക്കാളും സേഫാണ്. ഇത് ലേശം കട്ടിയുണ്ട്. കണ്ടില്ലേ, എന്റെ മോയി എനിക്ക് പഠിപ്പിച്ചു തന്നിട്ട് ഇക്കതിൽ പടിഞ്ഞിട്ടില്ല. മാങ്ങ ചെത്തിയിട്ടാ. അപ്പൊ ഞാൻ വിചാരിച്ച് ഇതുകൊണ്ട് ചെത്തല് ഞാൻ പഠിച്ചിട്ടില്ല. അത് ചെയ്താലേ പഠിയുള്ളേ, അല്ലാതെ വെറുതെ ഇങ്ങനെ ഇട്ടാക്കിയാ എന്താ എങ്ങനെയാ പഠിയാ? ഈ വയസ്സായവർക്കൊരു വിചാരമുണ്ട്, ഇങ്ങനെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് പറ്റൂല. ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ മക്കളെ. ഒലക്കെയാണ് ശ്രമിക്കാറ്. കക്കരിക്ക തോല് കളഞ്ഞിണ്ടാവും അല്ലേ? കക്കരിക്കയും മാങ്ങയും തോല് കളഞ്ഞത് കേട്ടോ. കക്കരിക്ക തോല് കളയാൻ നല്ല സൂപ്പറായിട്ട് സുറന്ന് വന്നു കേട്ടോ. ഇത് വരുന്നില്ല, എന്താണാവോ? ഇത് കുറച്ച് കട്ടിയുണ്ട്. ഇതാണ്ടോ, ഞാൻ തോലൊക്കെ ചെത്തി കളഞ്ഞൂട്ടാ, കഴിഞ്ഞൂട്ടാ. ഇതാണ്ടോ, ഇതേപോലെയാണ് തോശ എത്തേണ്ടത്. ഇതാ തോലൊക്കെ നന്നായിട്ട് ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ നടുവ് മുറിക്കാം. മുറിച്ചിട്ട് ഇതിന്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അതാ കുരുവില്ല, കണ്ടില്ലേ? എന്നാലും നമുക്കൊന്ന് വരണ്ടി കളയാം. ഈ കുരു ഇതിൽ പെട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കഴിക്കൊന്നുമില്ല. ഇത് നമുക്കിനി ഒന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഈ ഓമയ്ക്കാണ് ഈ സാധനം വെച്ചിട്ട് ചിരണ്ടി അങ്ങോട്ട് എടുക്കാം. ഇത് ചെറിയ ചിരകയാണ്, ചെറുത് വെച്ചിട്ട് ചിരകണം. ഇതാ കയ്യിൽ പെടാതെ ചിരകുമ്പോ നല്ല ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. ചിരകുമ്പോ നൂഡിൽസ് പോലെ വരണം കേട്ടോ. ചിരകുന്നി അങ്ങനെ എല്ലാതും ചിരണ്ടി കഴിഞ്ഞതാ. ഇത് ചിരമ്പോ കയ്യിൽ പെടുവോന്ന് പേടിയാകും, അപ്പൊ അത് കളയാം. ഇത് കണ്ടില്ലേ മക്കളെ, നൂഡിൽസ് പോലെ നന്നായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കൊട്ടാം. ഇത് ഫസ്റ്റിൽ നമ്മൾ 2-3 കഷ്ണമാക്കിയിട്ട് കഴുകിയ പിന്നെ ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മക്കളെ. ഇതിൽ ഇനി നമുക്ക് ഇടേണ്ടത് ഒരു ഉള്ളി കുനുകുനാ അരിഞ്ഞ് ഇതിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുനുകുന അരിഞ്ഞ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് കുനുകുന അരിഞ്ഞത്. എരിവുള്ളതാണെങ്കിൽ 3 എണ്ണം ഉണ്ടാകും, എരിവില്ലാത്തതാണെങ്കിൽ ഇത് എരിവുള്ളത് കൊണ്ട് ഞാൻ 2 എണ്ണം ഇട്ട്. പിന്നെ ലേശം മല്ലിയുടെ ഇല, പിന്നെ ലേശം കരിയാപ്പില. ഇതൊക്കെ കുനുകുന അരിഞ്ഞതാണ് ഇതിലിട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഉപ്പിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, എന്താ വെച്ചാൽ ഓരോരുത്തർക്ക് ഓരോരോ ഉപ്പാണ്. ചിലർക്ക് ഉപ്പ് കുറവ് വേണം, ചിലർക്ക് കൂടുതൽ വേണം. അതുകൊണ്ട് അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പം ഇത് നമുക്കിതൊക്കെ പാടൊന്ന് മിക്സാക്കി എടുക്കാം. ഉപ്പും ഈ ഉള്ളിയും പൊടികളും നമ്മൾ അരിഞ്ഞിട്ടതൊക്കെ ഒന്ന് മിക്സായി വരട്ടെ. മക്കൾ ആദ്യം ഇത് ഉപ്പിട്ടിട്ട് കുഴച്ചത് എന്തിനാണെന്നറിയോ? ഈ ഓമക്കയിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഉപ്പിടാതെ കുഴച്ചാൽ പിന്നീട് ഓമക്കയുടെ വെള്ളം ഇറങ്ങി വന്നാൽ വെള്ളം കൂടിപ്പോവാതെ പാകമാക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ടിട്ട് കുഴച്ചത്. ഇപ്പം ഇതൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ
ഒരു 3 ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇട്ടാൽ നല്ല കറുമുറാന്നുണ്ടാവില്ല? അരിപ്പൊടി ഇട്ടാൽ നല്ല മൊരുന്നുണ്ടാവട്ടെ മക്കളെ. ഇനി നമുക്കിതിൽ 5 ടേബിൾ സ്പൂണ് കടലമാവ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. മക്കളെ, ഇനി കടലമാവ് ഇല്ല വെച്ചിട്ട് ആരും ഉണ്ടാക്കാതിരിക്കണ്ട കേട്ടോ. കടലമാവ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മൈദപ്പൊടി ഇട്ടാൽ മതി. കടലമാവ് ഇട്ടാൽ എന്തുണ്ട് വെച്ചിട്ടാ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും, അതിനാണ് കടലമാവ് ഇടുന്നത്. ഇനി ഈ സമയത്ത് ഉപ്പുണ്ടോയെന്ന് നോക്കി, ഇല്ലെങ്കിൽ ഒന്ന് ഇച്ചിരി ഇട്ട് കൊടുക്കുക. ഇപ്പം ഇതാ നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. ഞാനിതിൽ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ മക്കളെ. ഇത് കണ്ടില്ലേ, നമുക്ക് ഈ ഇങ്ങനെ ഉരുട്ടേണ്ട പാകത്ത് വേണം വരാൻ. ഇച്ചിരി വെള്ളം കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇച്ചിരി കടലമാവ് അധികം ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇച്ചിരി മൈദ മാവ് അധികം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇച്ചിരി സ്പൂണ് കൊണ്ട് കോരി ഒഴിച്ച് വെള്ളം പാകത്തിന് ഈ പരുവത്തിലാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിനി ഇത് വടയാക്കി എടുക്കാം. അപ്പം നമ്മുടെ വട ഉണ്ടാക്കൽ ഇത്രയേ ഉള്ളൂ പണി. ഒരു ഓമയ്ക്ക ഉണ്ടെങ്കിൽ 4 മണി പലഹാരം ഉണ്ടാക്കാൻ എത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്കിതിൽ കുറച്ച് എടുക്കാം. ചെറുതാക്കണമെങ്കിൽ കുറച്ചെടുത്താൽ മതി, വലിയ വടയാക്കണമെങ്കിൽ ഇച്ചിരി തോനെ എടുത്ത് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഈ കൈയുടെ വെള്ളയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക. കണ്ടില്ലേ? പരിപ്പുവടയൊക്കെ ഉണ്ടാക്കണ പോലെ അല്ലേ? ഇത് സിമ്പിളാണ് പരത്താനേ. നമ്മൾ ഉള്ളിവട, പരിപ്പ് വടയൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാക്കും, അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കുക. കണ്ടില്ലേ? ഇതേപോലെ നമുക്ക് എല്ലാതും ആക്കിയെടുക്കാം. മക്കളെ, പിന്നെ നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും ഇത് എണ്ണ കുടിക്കുമോന്ന്. എണ്ണ കുടിക്കൂല കേട്ടോ. നമ്മൾ സാധാ വട ഉണ്ടാക്കുമ്പോൾ എണ്ണ കുടിക്കണ അത്രയും തന്നെ കുടിക്കില്ല. ഞാനിവിടെ ഒരു 4 എണ്ണം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം, എന്നിട്ട് അടുത്തത് പരത്താം. ഞാനിത് ഓയിലിലാണ് പൊരിക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഈ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പൊരിക്കുമ്പോഴേ പരന്ന ചട്ടിയിൽ പൊരിക്കുന്നതാണ് നല്ലത്. എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. അങ്ങനെ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് ഒന്ന് വേകാനാവുമ്പോൾ നല്ല കത്തിച്ചു കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ നല്ല കത്തിച്ചു കൊടുത്താൽ അടി വേഗമില്ല, മേലെ മൊരിഞ്ഞു വരും. ഇപ്പോൾ കണ്ടില്ലേ മക്കളെ, 2 സൈഡ് ഒരു ചെറിയ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ നല്ല കൂട്ടി വെച്ചിട്ട് ഒന്ന് നല്ല കളറാക്കി മുരിച്ചെടുക്കാം. മക്കളെ, നമ്മുടെ വട കണ്ടില്ലേ, 2 ഭാഗമും ഒന്നുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ പരുവാകുമ്പോൾ നമുക്കിനി ഇത് എടുക്കാം. അങ്ങനെ നമുക്ക് അടുത്ത ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഓമയ്ക്ക കൊണ്ടുണ്ടാക്കിയ വട എല്ലാം അത് ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. പുറത്ത് നല്ല മൊരുമൊരനെ ഉണ്ടാവും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. കണ്ടില്ലേ? ഈ വട സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.